ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് 2 ആണ്. 4th മൊഡ്യൂളിലെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് 1 നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സേവനം, ഒരു സർവീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാമ്പു, ഇങ്ങനത്തെ പല പല ഗുഡ്സുകളാകാം അല്ലെങ്കിൽ സർവീസുകളാവാം. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കീ എലമെൻറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ. അതിൽ ഫസ്റ്റ് വൺ, കോർ ബെനഫിറ്റ്. കോർ ബെനഫിറ്റ് എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റ് ആ ഒരു കൺസ്യൂമറിന് നൽകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബെനഫിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കോർ ബെനഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യാമറ ഫെസിലിറ്റി ഉള്ള ഒരു ഫോൺ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറയാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഐഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു ഐഫോണിൻ്റെ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, ആ ഒരു കൺസ്യൂമറിന് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കേണ്ട, അയാൾക്ക് വേണ്ട സംഭവം എന്താണോ അത് ഈ ഒരു ഫോണിലൂടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമറിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ്. അതായത് അയാൾ പറഞ്ഞൊരു പ്രൊഡക്റ്റ് അയാളുടെ കയ്യിൽ കിട്ടുമ്പോൾ അയാളുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ അതിനെയാണ് ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് സാംസങ് S24 Ultra ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, ഫീച്ചേഴ്സ്, കളറ്, സൈസ്, അദ്ദേഹം ഏതാണോ പറഞ്ഞിട്ടുള്ളത് അത് കയ്യിലോട്ട് ഏതാണോ എത്തുന്നത് അതിനെയാണ് ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം ഒരു പ്രൊഡക്റ്റിന് പുറമേ കൊടുക്കുന്ന സർവീസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കമ്പനി TV ഒരു ബൈ ചെയ്തൊരു കസ്റ്റമർ, അപ്പോൾ ആ TVക്ക് പിന്നാലെ വാറണ്ടി, ഗ്യാരണ്ടി, ഫ്രീ സർവീസ്, ഫ്രീ ഡെലിവറി, ഇത്തരം ഫ്രീ സർവീസുകൾ നൽകുന്നതിനാണ് എന്താ, ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, പ്രൊഡക്റ്റ് കോൺസെപ്റ്റുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. 2 രീതിയിലോട്ടുണ്ട്, കൺസ്യൂമറും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലും. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബൈ ചെയ്യുന്ന പ്രൊഡക്ട്സ്. ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, സോപ്പ്, ഇതൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈ ചെയ്യുന്നതാണ്. മറിച്ച് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്, മെഷീൻസ്, സോഫ്റ്റ്വെയർ, ഇതൊക്കെ മറ്റൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബൈ ചെയ്യുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പം ഒരു കമ്പനീൻ്റെ കീഴിലുള്ള അതിൻ്റെ ബ്രാൻഡിൻ്റെ കീഴിൽ ഒരേ ടൈപ്പിൽ വരുന്ന പ്രൊഡക്ട്സിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ലൈനാണെന്നുണ്ടെങ്കിൽ ആ സോപ്പിൻ്റെ ലൈനിൽ പല ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ്, അതായത് ഇപ്പോൾ ഹിമാലയ, അതുപോലെ തന്നെ ലൈഫ് ബോയ്, ചന്ദ്രിക, അങ്ങനത്തെ ഡവ്, പിന്നെ സന്തൂർ, ഇങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ, അതായത് ഒരു സെക്ഷൻ്റെ കീഴിൽ പല പല ബ്രാൻഡുകൾ വരുന്ന എന്നാൽ ഒരേ ഗുണത്തിലുള്ള പ്രൊഡക്ട്സ് ഒരു സെക്ഷനിൽ വരിക, അതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഡിഫറൻസ് ഉണ്ട്, അതായത് ഫ്ലേവറിൽ ഡിഫറൻസ് ഉണ്ട്, സൈസിൽ, അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ, പിന്നെ പ്രൈസിൽ, ക്വാളിറ്റിയിൽ ഒക്കെ ഇതിലും ഡിഫറൻസ് ആണെങ്കിലും അതിൻ്റെ യൂസൊക്കെ എന്താണ്, ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയണത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഡയമെൻഷൻസ് ആണ് നെക്സ്റ്റ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് ലൈൻ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെക്ഷൻ്റെ കീഴിൽ എത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതിനാണ് ലെങ്ത് എന്ന് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഗാലക്സി സീരീസിൽ ഇപ്പോൾ ഗാലക്സി M വേരിയേഷൻ ഉണ്ട്, S വേരിയേഷൻ ഉണ്ട്, A വേരിയേഷൻ ഉണ്ട്, Z വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഒരു സാംസങ്ങിൻ്റെ കേസിൽ ഇത്രയും സീരീസ് ഉണ്ട്. അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് ലൈൻ ലെങ്ത്. അതായത് ഒന്നിൻ്റെ കീഴിൽ ഇത്രത്തോളം ടൈപ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ലൈൻ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ലൈൻ ഡെപ്ത്.
ഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ കേസിൽ എത്രത്തോളം വേരിയേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൊക്കക്കോള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 ലിറ്ററിൻ്റെ ഉണ്ട്, 2 ലിറ്ററിൻ്റെ ഉണ്ട്, 500 ml ഉണ്ട്, അതുപോലത്തെ 100 ml ഉണ്ട്. ഇങ്ങനെ പല പല വേരിയേഷൻസിലുണ്ട്. ഒരു പ്രൊഡക്റ്റ് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ ഡെപ്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലൈൻ വിഡ്ത്ത്. ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കീഴിൽ എന്തൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ലാക്മി. ഈ ലാക്മിൻ്റെ കീഴിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? അതിൻ്റെ പൗഡർ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, സ്ട്രോപ്പ് ക്രീം ഉണ്ട്, ഇങ്ങനെ പലതും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ എത്രത്തോളം പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതിനെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് കീ ഫാക്ടേഴ്സ് ടു കൺസിഡർ ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമതാണ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രിഫറൻസ്. അതായത് കസ്റ്റമേഴ്സിന് എന്ത് തരം പ്രൊഡക്റ്റാണോ ആവശ്യമുള്ളത് അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് മാർക്കറ്റ് ഡിമാൻഡ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ കണക്കാക്കണം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെയിനി സീസൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൊടയാണ്, അംബ്രല്ലയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഏത് ടൈമിലാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക, ഏത് ടൈമിലാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. അതായത് ഇപ്പോൾ പല ബ്രാൻഡുകൾ തമ്മിൽ എല്ലാം അറിഞ്ഞിരിക്കണം ഫീച്ചേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ് ബ്രാൻഡിൻ്റെ ഫോണ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഫോണിലും ഇത്തരം ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ്. അതായത് ഓരോ ബ്രാൻഡും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലിൽ ഇത്ര ഒരു ബഡ്ജറ്റ് മുൻകൂട്ടി കണ്ടെത്തിയിരിക്കണം. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ഇത്ര ഒരു ഫണ്ടാവും എന്നുള്ള കാര്യം ഓൾറെഡി അവർ എന്ത് ചെയ്യണം, ഊഹിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. അതായത് അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം അവരറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് റെഗുലേറ്ററി ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ക്രമീകരിച്ചിട്ടായിരിക്കണം ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കിയെടുക്കേണ്ടത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതായത് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ദെൻ അതിൻ്റെ ഗ്രോത്ത്, ദെൻ മെച്യൂരിറ്റി സ്റ്റേജ്, ദെൻ ഡിക്ലൈൻ സ്റ്റേജ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റേജിലൂടെ എന്ത് ചെയ്യുള്ളൂ, കടന്നു വരുള്ളൂ. നെക്സ്റ്റ് ഒരു പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏത് ചാനലിലൂടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ടൈം ടു മാർക്കറ്റ്. നമ്മൾ കൃത്യസമയത്ത് ആ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിച്ചിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മഴ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൊട അല്ലെങ്കിൽ റെയിൻകോട്ട് എത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഓൺ ടൈമിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ എത്തിച്ചിരിക്കണം. നെക്സ്റ്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ പ്രകൃതിക്ക് ഒരിക്കലും ദോഷകരമായിട്ടുള്ള രീതിക്കുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ, പ്ലാസ്റ്റിക് ബാഗിന് പകരം എന്ത് ചെയ്യാം, നമ്മൾ പേപ്പർ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ സ്കാലബിലിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇനിയും മേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ ക്യാപ്പബിലിറ്റീസ്. അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ഇന്റേണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു കമ്പനീൻ്റെ ഉള്ളിൽ ഇത്തരം പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലത്തെ മാൻ പവേഴ്സ്, ഇവരൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയെടുക്കേണ്ട ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. അതായത് ഒരു കമ്പനി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കും. ഈ ബ്രാൻഡിൻ്റെ കീഴിൽ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനാണ് എന്ത്, ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ ആപ്പിൾ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, ഐഫോൺ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഐപാഡ്, പിന്നെ ആപ്പിൾ വാച്ച്, എയർപോഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ 4 പ്രൊഡക്ട്സും
ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, വിശ്വസ്തത കൂടും. അതുപോലെ തന്നെ ഇവർക്ക് അഡ്വർടൈസ് ചെയ്യാനുള്ള ചെലവ് കുറയും. അതുപോലെ തന്നെ ഈ ഒരു പുതിയ പ്രൊഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമേഴ്സിലോട്ട് എത്തിപ്പെടും. കാരണം ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ കീഴിലുള്ള പ്രൊഡക്ട്സ് ആയത് കാരണം പെട്ടെന്ന് പുതിയ പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലോട്ട് എത്തിപ്പെടും. ദെൻ വേറെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നൈക്കിൻ്റെ ഷൂ, സ്പോർട്ട് വിയർ, അതുപോലെ തന്നെ ബാഗ്സ്. അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ കീഴിൽ പല പല പ്രൊഡക്ട്സ് മേക്ക് ചെയ്തെടുക്കുന്നതിനാണ് എന്ത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ലെയിൻ എക്സ്റ്റൻഷൻ. അതായത് സെയിം പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ എന്ത് കൊണ്ടുവരിക, വേറൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ കൊക്കക്കോള. അപ്പോൾ ഇതിന് ലൈക്ക് ഇത് കൊക്കക്കോളിന് പകരമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഡയറ്റ് കോള കൊണ്ടുവരിക. അത് സെയിം പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്, അതിലോട്ട് പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എക്സ്റ്റൻഷൻ. അതായത് ഇവിടെ എന്താണ്, ആ ഒരു ബ്രാൻഡ് ലൈക്ക് വേറെ ലെവൽ, വേറൊരു വേരിയേഷൻ തന്നെ കൊണ്ടുവരിക. ഒരു എക്സാമ്പിൾ നൈക്കിൻ്റെ സ്പോർട്സ് ഷൂ ആണ് അവർ ഡെവലപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ഡ്രസ്സായിരിക്കാം. അത് കാറ്റഗറിയെ മാറിപ്പോയി. ദെൻ നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം, അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേസ്റ്റാണ്, ഗോൾഗേറ്റ്, ടൂത്ത് പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ബ്രഷാണ്. അപ്പോൾ അങ്ങനെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൊഡക്ട്സ് മേക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ ഫ്രാഞ്ചൈസ്. അതായത് ഇപ്പോൾ നിലവിലൊരു ബ്രാൻഡിൻ്റെ കീഴിൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിളിൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, എയർപോഡ്സ്, ആപ്പിൾ വാച്ച്, ഇങ്ങനത്തെ പുതിയതായിട്ടുള്ള ഓരോന്ന് ലോഞ്ച് ചെയ്യാം. ദെൻ നെക്സ്റ്റ് കമ്പനി എക്സ്പെർട്ടൈസ് എക്സ്റ്റൻഷൻ. അതായത് കമ്പനീസ് പുതിയ പുതിയ സംഭവങ്ങൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഹോണ്ടൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർ കാറ്, ബൈക്ക് ഇങ്ങനെ പുതിയ പുതിയതായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും എക്സ്റ്റൻഷൻസ് ആണ് ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൈസിങ് ഡിസിഷൻ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെയോ അല്ലെങ്കിൽ സർവീസിൻ്റെ മേലെയോ നമ്മൾ അതിന് എത്ര വില കൊടുക്കണം, അതിൽ എത്ര പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിനാണ് എന്ത് പ്രൈസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസിങ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഇതിൽ ഫസ്റ്റ് വൺ ആണ് റവന്യൂ മേക്കിങ്. അതായത് 4 P's ഉണ്ട്, ലൈക്ക് പ്ലേസ്, പ്രൊമോഷൻ, പ്രൊഡക്റ്റ്. ഈ 3 Pകളും എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്പെൻഡിച്ചറാണ്, ചിലവാണ്. പക്ഷേ 4ാമതായിട്ടുള്ള P, പ്രൈസ് മാത്രമാണ് ഒരു കമ്പനിക്ക് റവന്യൂ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പ്രൈസ് നമ്മൾ സൂക്ഷിച്ചിടണം, എന്നാൽ മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഒരു പോയിന്റ് പ്രോഫിറ്റബിലിറ്റി. നമുക്ക് പ്രൈസ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ കൃത്യമായ രീതിയിൽ ഇട്ടാൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് കൺസ്യൂമർ ബിഹേവിയർ. അതായത് കൺസ്യൂമേഴ്സിൻ്റെ സ്വഭാവം പല രീതിയിലായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഹൈ റേഞ്ചിൽ പ്രൈസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങാൻ റെഡി ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് വേണം ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ടിന് 1000 rupees ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 799 rupees എന്ത് ചെയ്യുക, ആ ഒരു ഷർട്ടിന് പ്രൈസ് ഇടാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സും അത് ബൈ ചെയ്ത് പോകും. നെക്സ്റ്റ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആവും. അതായത് ഒരു പ്രൊഡക്റ്റിന് അതിന് ആപ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ എത്രയും ഡിമാൻഡ് കൂടുള്ളൂ. നെക്സ്റ്റ് സർവൈവൽ. ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റിന് ശരിയായ രീതിയിലോട്ടുള്ളൊരു പ്രൈസിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കമ്പനിയിലെ പ്രൊഡക്റ്റിന് ആ ഒരു മാർക്കറ്റിൽ സർവൈവ് ചെയ്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ. അതായത് നമ്മൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണലായിട്ട് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. കാരണം അതിൻ്റെ കോസ്റ്റ് നികത്തിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ഒരു
മുകളിൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരിക. ദെൻ കമ്പനി ഒബ്ജക്റ്റീവ്സ്, അതായത് കമ്പനിക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സും ഗോൾസൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്ന രീതിയിലോട്ടായിരിക്കണം ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലും പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് വരിക എന്ന് പറയുമ്പോൾ കുറേ സ്റ്റേജുകൾ കടന്നിട്ടായിരിക്കും വരിക. അപ്പോൾ ഓരോ സ്റ്റേജിൽ നമുക്ക് കോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ കോസ്റ്റിനെയും നികത്തിയിട്ടാവണം ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ നമ്മൾ ഫിക്സ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് ഓരോ തന്ത്രങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിനോട് വിറ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമ്മുടെ ഒരു പ്രൈസിങ്ങിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്റ്റേണലായിട്ട് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഡിമാൻഡ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് അനുസരിച്ചിട്ടിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ദെൻ കോമ്പറ്റീറ്റർ പ്രൈസിങ്, അതായത് ഒരേ യൂസുള്ള പ്രൊഡക്ട്സ് ഒരു കമ്പനിയിൽ പല പല ബ്രാൻഡിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ബ്രാൻഡിനെയും ഓരോ ബ്രാൻഡും അവരുടെ ബ്രാൻഡ് കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ആശയത്തോട് കൂടിയിട്ടായിരിക്കും എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡബിളായിട്ട് അവരെന്ത് ചെയ്യും, ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ, അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ ഗവൺമെൻറ് റെഗുലേഷൻസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഓരോ റൂൾസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, അതായത് പ്രൊഡക്റ്റിൻ്റെ മേലിൽ എങ്ങനെയൊക്കെയാണ് ഇവർ പ്രൈസ് ഫിക്സ് ചെയ്യണതെന്ന്. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ടോ അതിന് പുറമെ അതിൻ്റെ ലാഭം കൂട്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന രീതി, അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 100 രൂപ ആയിട്ടുള്ളത്, അപ്പോൾ അതിന് പുറമെ അതിൻ്റെ പ്രോഫിറ്റായിട്ട് 20 റുപ്പീസും അവർ കണക്ക് കൂട്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് 120 രൂപക്ക് വിൽക്കുന്നു. ദെൻ നെക്സ്റ്റ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്, അതായത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതി. ദെൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ ബേസ്ഡ്, അതായത് ഇപ്പം ഒരേ യൂസിലുള്ള പ്രൊഡക്ട്സ് പല പല ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരബുദ്ധിയോട് കൂടിയിട്ട് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ജിയോ vs എയർടെൽ, അപ്പോൾ ജിയോ ഏത് രീതിക്കാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അവരെ രീതിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എയർടെലും സെയിം പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പെനട്രേഷൻ ബേസ്ഡ് പ്രൈസിങ്, അതായത് ഇവിടെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിന് വളരെ ചെറിയ വിലക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർ അതിൻ്റെ പ്രൈസ് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ വിലക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ അത് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൈസ് സ്കിമ്മിങ്, ഇവിടെ അവരെന്ത് ചെയ്യുന്നു, തുടക്കം ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിന് വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ വില കുറക്കുന്നു, പ്രൈസിങ് കുറച്ച് വരുന്നു. ഫോർ എക്സാമ്പിൾ ഐഫോണൊക്കെ ഇപ്പോൾ അതിൻ്റെ പുതിയ സീരീസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വലിയൊരു എമൗണ്ടിന് കൊടുത്തിട്ട് ആഫ്റ്റർ നെക്സ്റ്റ് ഒരു ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുമ്പത്തെ സീരീസിന് റേറ്റ് കുറക്കുന്നു. അത് വേറൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ദെൻ നെക്സ്റ്റ് സൈക്കോളജിക്കൽ പ്രൈസിങ്, അതായത് ഇവിടെ കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രൈസിങ് ആകർഷിക്കുന്ന രീതിയിലാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ അവർ പ്രൈസ് നിശ്ചയിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റിന് 1000 രൂപയാണ് അതിൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിന് 999 രൂപ ആക്കിയിട്ട് ആ രീതിയിലോട്ട് അതിന് പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നു. ദെൻ പ്രീമിയം ഓർ പ്രസ്റ്റീജ് പ്രൈസിങ് ഡിസിഷനാണ്. ഇവിടെ പ്രീമിയം ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രൈസിങ് ഇടുന്നത്. ഇപ്പോൾ ഗുച്ചി ബാഗ്സ്, അതുപോലെ തന്നെ റോളക്സ് വാച്ച്, ഇത് അത്യാവശ്യം ഹൈ ലെവൽ ക്ലാസ്സിലുള്ള കസ്റ്റമേഴ്സിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രീമിയം ആണ് എന്ന് അറിയിക്കാൻ കൂടിയാണ് ഇത്തരം ഒരു പ്രൈസിങ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ബണ്ടിൽ പ്രൈസ് ഡിസിഷനാണ്. അതായത് ഒരു കൂട്ടം പ്രൊഡക്ട്സിന് അവർ ചെറിയൊരു എമൗണ്ടിലോട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബർഗർ, ഫ്രൈസ്, കൊക്കക്കോള, ഈ 3 പ്രൊഡക്ട്സ് ഒരു ചെറിയൊരു എമൗണ്ടിന് കൊടുക്കുക. അങ്ങനൊരു പ്രൈസിങ് സ്ട്രാറ്റജി. ദെൻ നെക്സ്റ്റ് ഡൈനാമിക് സ്ട്രാറ്റജി, അതായത് ലൈക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രീമിയം സ്ട്രാറ്റജിയാണ്. ഇവിടെ
ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ചുകൂടി പ്രോ ആയിട്ടുള്ള വേർഷൻസിനൊക്കെ അവർ എന്ത് ചെയ്യുന്നു, പ്രൈസിങ് ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്പോട്ടിഫൈ, ക്യാൻവ, ഇത്തരം ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ളതിന് അവരെന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ഇതിൻ്റെ പ്രോ വേരിയൻസിനൊക്കെ എന്താണ് ചെയ്യുന്നത്, ഹൈ ലെവലിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പല പല പ്രൊമോഷൻസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രൊമോഷൻസുകളിൽ വരുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ്, നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും അതിൽ ഏത് പ്രൊമോഷനാണ് ആപ്റ്റ് ആവുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ B2B, അതായത് ബിസിനസ് ടു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രൊമോഷൻസ് രീതികളുണ്ടാകും. മറിച്ച് ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അഡ്വർടൈസ്മെൻറ്റ്, TV അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരം ഓരോ പ്രൊമോഷനിലൂടെ ആയിരിക്കും കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുക. നെക്സ്റ്റ്, സ്റ്റേജ് ഇൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ അത് ഡിക്ലെയർ സ്റ്റേജ് വരെ പല പല പ്രൊമോഷൻസ് അവിടെ കൊടുക്കേണ്ടി വരും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്തെയാണ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊമോഷൻസ് അവിടെ ആവശ്യം വരും. അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലും അതിൻ്റേതായിട്ടുള്ള പ്രൊമോഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജിൽ, അതിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിൽ. നെക്സ്റ്റ്, ബഡ്ജറ്റ് അവൈലബിലിറ്റി. അതായത് ഓരോ ബഡ്ജറ്റിനനുസരിച്ചിട്ടായിരിക്കും പ്രൊമോഷൻ കൊടുക്കാം. ഇപ്പോൾ വലിയ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് TV അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ അഫോർഡബിൾ ആയത് കാരണം അത്തരം കമ്പനീസ് TV അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. മറിച്ച് ലോക്കൽ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഓരോ പ്രൊമോഷൻ രീതികൾ കൊടുക്കുന്നു. ദെൻ ടാർഗറ്റ് ഓഡിയൻസ് പ്രിഫറൻസ്. അതായത് ഈ ഓഡിയൻസ് എവിടെ ആയിരിക്കും എന്നുള്ളത് അനുസരിച്ച് കൊണ്ട് ഓരോ പ്ലാറ്റ്ഫോമിലും അവരെന്ത് ചെയ്യുന്നു, പ്രൊമോഷൻ ചെയ്യുന്നു. ഇപ്പോൾ യങ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി, അതായത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, അവർ പരസ്യങ്ങൾ കൊടുക്കുന്നു. മറിച്ച് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ TV, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, ഇതിൽ പ്രൊമോഷൻസ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ്ഡ്. അതായത് അവർ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ട്. TV ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, അതിലൂടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ്. അതായത് പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് പ്രൊഡ്യൂസർ നേരിട്ട് എന്ത് ചെയ്യുന്നു, കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നു. അപ്പോൾ കൂടുതൽ ലാഭം കിട്ടും. അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നു. രണ്ടാമത് ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് പ്രൊഡ്യൂസർ ബൈ ഹോൾസെയിലോട്ട്, അവിടുന്ന് നേരെ റീറ്റെയിലർ, അവിടുന്ന് നേരെ കൺസ്യൂമറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നെസ്റ്റേൽ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, അത് നേരെ ഹോൾസെയിലേക്ക് കൊടുക്കുന്നു. അവരത് സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചിട്ട് അവർ മുഖാന്തരം കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻറ്റൻസീവ്. ഇവിടെ പരമാവധി ആ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്ന വിധം കടകളിൽ ആ ഒരു പ്രൊഡക്റ്റ് അവരെന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. നെക്സ്റ്റ്, സെലക്റ്റീവ്. അതായത് സെലക്റ്റീവായിട്ടുള്ള കടകളിൽ മാത്രമേ ഇത്തരം പ്രൊഡക്ട്സ് ലഭ്യമായിട്ടുള്ളൂ. അതായത് നെയ്ക്കിൻ്റെ ഷൂ, അത് നെയ്ക്കിൻ്റെ ബ്രാൻഡിൻ്റെ ഷോപ്പിൽ തന്നെ പോകണം, അത്തരം ഷൂ കിട്ടണം എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഒരു പ്രദേശത്ത് ഒരൊറ്റ ഡീലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ BMW, അതുപോലെ തന്നെ റോളക്സ്, ഇങ്ങനെ ആ ഒരു പ്രദേശത്ത് ഇവർ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അവിടുത്തെ ഡീലേഴ്സായി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൻ്റെ ടൈപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു തുകയാണ് അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ എലമെൻറ്റ്സ്, അതായത് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്,
ഈ ഒരു അഡ്വർടൈസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കസ്റ്റമേഴ്സിലോട്ട് ആ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് അവരുടെ എത്തിക്കുക, അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊണ്ടുവരുത്തുക. ദെൻ നെക്സ്റ്റ് ടാർഗറ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തു. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കസ്റ്റമേഴ്സിലോട്ടാണ് ആപ്റ്റ് ആയിട്ടുള്ളത് അത്തരം കസ്റ്റമേഴ്സിനെയാണ് ഇവരിവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ അവരിലോട്ടായിരിക്കും ഇത് കൂടുതൽ എത്തിച്ചേരുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആഫ്റ്റർ ഡെലിവറി ആ ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും മേ ബി ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോണത് പ്രഗ്നൻ്റ് ലേഡീസിലോട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ചാനൽസ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ചാനൽസ് ഇപ്പം സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, TV, ന്യൂസ് പേപ്പർ, ഇത്തരം. ദെൻ ഡ്യൂറേഷൻ, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എത്ര ടൈം നിലനിൽക്കണം, അപ്പോൾ മേ ബി 1 month, 10 days, 1 week, ഇങ്ങനെ. ദെൻ മെഷർമെൻറ്റ്, അതായത് ഇവർ കൊടുത്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് സക്സസ് ആണോ അതോ ഫെയിലിയർ ആണോ അറിയാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്. ഇപ്പോൾ സക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെയിൽസിലൂടെ ചെക്ക് ചെയ്യുന്നു, വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓർഡേഴ്സ്, ക്ലിക്സ്, ഇതുവഴി ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ, കീ എലമെൻറ്റ്സ്. ഇനി അഡ്വർടൈസിങ് ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ആണ്. അതായത് അഡ്വർടൈസ്മെൻറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്, അതിലേക്ക് അതിൻ്റെ മെത്തേഡ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ്. അതായത് നമുക്ക് എത്രത്തോളം സെയിൽസ് നടക്കുന്നു അതിന് ഇത്ര ശതമാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സെയിൽസ് 100% ആണെന്നുണ്ടെങ്കിൽ അതിൽ 5% എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബഡ്ജറ്റിന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പനീൻ്റെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എത്രത്തോളം ബഡ്ജറ്റ് വേണമെന്ന് കണക്കാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റിങ് സെറ്റാക്കും. ദെൻ നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് പാരിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു ബ്രാൻഡ് ആ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം അഡ്വർടൈസിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം എന്ത് ചെയ്യുന്നു, ഇവരും കൊടുക്കും. അപ്പം കോമ്പറ്റേറ്റീവ് പാരിറ്റി എന്ന് പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് അഫോർഡബിൾ മെത്തേഡ്. അതായത് അവരുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. ദെൻ ROI മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമുക്ക് ഏത് പ്രൊഡക്റ്റിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താലാണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിന് കൊടുത്താൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിന് മാത്രം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ROI മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബഡ്ജറ്റിംഗ് മെത്തേഡുകൾ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് മീഡിയ പ്ലാനിങ്. മീഡിയ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്കാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ് മീഡിയ പ്ലാനിങ്. അതായത് ഏത് സമയത്ത് ഏത് ചാനലിൽ ഏത് കസ്റ്റമേഴ്സിനാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുന്നതിനാണ് മീഡിയ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ, ഫസ്റ്റ് ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, ഈ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ സെയിൽസ് കൂട്ടണം, ഇതാ ഒരു ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയണം. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ആരാണ്, അതായത് ഏത് ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യണത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ന്യൂ ബോൺ ബേബീസിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവരിലോട്ടായിരിക്കണം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ പോവേണ്ടത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചൂസ് മീഡിയ ചാനൽസ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏത് മീഡിയയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ്സ്, ലൈക്ക് അങ്ങനെ. ദെൻ സെറ്റ് മീഡിയ ബഡ്ജറ്റ്. അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും ബഡ്ജറ്റ് എത്ര എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ദെൻ മീഡിയ ഷെഡ്യൂളിംഗ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചാനലിലൂടെ എപ്പോൾ അപ്ലോഡ് ചെയ്യണം, അതായത് മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, അല്ലെങ്കിൽ ട്വൈസ്ലി ആണോ, അങ്ങനെ ഏത് ടൈമിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിലാണ് അപ്ലോഡ് ചെയ്യണത് എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ദെൻ ഇവാലുവേറ്റ് ആൻഡ് അഡ്ജസ്റ്റ്. അങ്ങനെ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ്
പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആണോ അല്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കണം. അതിൽ നമുക്ക് സെയിൽസ് കൂടിയിട്ടുണ്ടോ, ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തുടർന്ന് പോവുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ശരിയായ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മീഡിയ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് മീഡിയ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ മീഡിയ, അതായത് പണ്ട് കാലം മുതലേ എന്തൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഇത്. TV, റേഡിയോ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, ഇതിലൂടെ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ബ്രോഡ് റീച്ചാണ്, അതായത് നമുക്ക് എല്ലാ ജനങ്ങളിലോട്ടും എത്തിപ്പെടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലോക്കൽ ടാർഗറ്റിംഗ് ആണ്. ദെൻ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ, അതായത് ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇത്തരം ഓരോരോ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടാർഗറ്റഡ് അഡ്വർടൈസിങ് ആയിരിക്കും. അതായത് ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ മെഷറബിൾ ആണ്, അതായത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്ക് ഈ TV-യിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റിനേക്കാളും ബഡ്ജറ്റ് കുറവായിരിക്കും ഇത്തരം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ. ദെൻ നെക്സ്റ്റ് ഔട്ട്ഡോർ മീഡിയ. നമ്മൾ പുറമേ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഓരോ ഫ്ലെക്സുകൾ വെച്ചുകൊണ്ടൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഹൈ വിസിബിലിറ്റി ആണ്, ഇത് എല്ലാ ജനങ്ങളും കാണുന്നു. ഒരു ഫ്ലെക്സ് വെക്കുമ്പോൾ എല്ലാ ജനങ്ങളും കാണുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ഓണഡ്, അതായത് സ്വന്തം ആ ഒരു കമ്പനി അവരുടെ സ്വന്തം എന്ത് ചെയ്യുന്നു, പ്ലാറ്റ്ഫോമിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ലോ കോസ്റ്റ്, അവരുടെ സ്വന്തം വെബ്സൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, അവിടെ അവർക്ക് കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റിനുള്ള കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഫുൾ കൺട്രോൾ എല്ലാവരുടെ കൺട്രോളിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന ടൈപ്പ് ഏൺഡ് മീഡിയ. അതായത് ഇവിടെ എന്താണ്, പണം കൊടുത്തിട്ടല്ല ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, മറിച്ച് ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ജെന്യുവിൻ റിവ്യൂസ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യണത്. കാരണം നമ്മൾ ഒരു കസ്റ്റമർ പറയുന്ന കാര്യം മറ്റുള്ള വ്യക്തികൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ക്രെഡിബിലിറ്റി കൂടും, ആ പ്രൊഡക്റ്റിന് നേരെയുള്ള ക്രെഡിബിലിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് മീഡിയ ടൈപ്സുകൾ. നെക്സ്റ്റ് മീഡിയ ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് വൺ കണ്ടിന്യൂറ്റി, അതായത് വർഷം മുഴുവനും എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പരസ്യം നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ കൊടുത്തിട്ടുള്ളത് അത് ആ ഒരു വർഷം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഗോൾഗേറ്റ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ പരസ്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി പറയുന്നത് ഫ്ലൈറ്റിങ്. ഇത് സീസൺ സമയങ്ങളിലാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ റെയിൻകോട്ട്, അതുപോലെ തന്നെ സ്കൂൾ സീസൺ ആവുന്ന സമയത്ത് ബാഗുകളുടെ അങ്ങനത്തെ അതൊക്കെ ഓരോ സീസൺ സമയത്തായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പരസ്യം കൊടുക്കുക. ദെൻ പൾസിങ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു വർഷം മുഴുവനും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം ലൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത ഏത് സീസണിലാണോ കൂടുതലായിട്ടുള്ളത് ആ ഒരു സീസണിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യത്തിന് കുറച്ചുകൂടി ഹൈപ്പ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓരോ മീഡിയ ഷെഡ്യൂളിൻ്റെ സ്ട്രാറ്റജികൾ. നെക്സ്റ്റ് മെഷറിങ് അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവായിട്ടുണ്ടോ എന്നുള്ളത് അളക്കാനുള്ള കുറച്ച് ടെക്നിക്കുകളാണ് പറയുന്നത്. അതിലൊന്നാമതാണ് സെയിൽസ് ഡാറ്റ അനാലിസിസ്, അതായത് സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ കൊടുക്കുന്നതിന് മുമ്പ് എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് എത്ര സെൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അളക്കുന്നു. ദെൻ വെബ്സൈറ്റ് ട്രാഫിക്, അതായത് വെബ്സൈറ്റിൽ അവരുടെ പ്രൊഡക്ട്സ് എത്ര പേർ സന്ദർശിച്ചു, വിസിറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇങ്ങനെ അളക്കുന്നു. ദെൻ കൺവേർഷൻ റേറ്റ്, അതായത് എത്രത്തോളം വ്യക്തികൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതിന് ശേഷം ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു റേറ്റ്. ദെൻ ബ്രാൻഡ് റീകോൾ ടെസ്റ്റ്, ഈ ഒരു ബ്രാൻഡ് കസ്റ്റമേഴ്സിന് ഓർമ്മയിലുണ്ടോ എന്നുള്ള കാര്യം ആ ഒരു കാര്യത്തിലൂടെ ഇവർ മെഷർ ചെയ്യുന്നു. ദെൻ കസ്റ്റമർ ഫീഡ്ബാക്ക്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫീഡ്ബാക്ക് വാങ്ങുന്നു. ദെൻ A/B ടെസ്റ്റിംഗ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത്
പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിലോട്ട് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്യുന്നു. ദെൻ മീഡിയ മെട്രിക്സ്, അതായത് മീഡിയ മെഷർ ചെയ്യാനുള്ള കുറച്ച് മെട്രിക്സുകളുണ്ട്, CPM, CTR ഇതുപോലത്തെ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുന്നു, അവർ മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള മെഷറിങ് ടെക്നിക്കുകൾ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ചാനൽ ഇൻ്റർമീഡിയറീസ്. അതായത് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ ഒരിക്കലും ഈ ഒരു പ്രൊഡ്യൂസറിന് കഴിയില്ല. അപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ആകാം എന്ത്, ഇൻ്റർമീഡിയറി. അവരെയാണ് എന്ത്, ചാനൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെസ്റ്റിലൊരു മാഗി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഈ മാഗി നിർമ്മിച്ച ആൾ പ്രൊഡ്യൂസർ, അവരുടെ കയ്യിൽ നേരെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിലോട്ട് പോകും. ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യുന്നു, അത് റീറ്റെയിൽ ഷോപ്പിൽ എത്തിച്ചിട്ട് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നേരെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തുന്നത്, അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പുമാണ് ഇവിടെ ചാനൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത്, ചാനൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ചാനൽ ഇൻ്റർമീഡിയറീസ് ആണ്. അത് ഹോൾസെയിലേഴ്സ് പറയുമ്പോൾ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ് കളക്ട് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിന് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് റീറ്റെയിലേഴ്സ് പറയുമ്പോൾ ഇവരായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുന്ന ആളുകൾ. ദെൻ ഏജൻറ്റ് ഓർ ബ്രോക്കർ, ഇവരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ബൈ ചെയ്യണില്ല പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന്, മറിച്ച് എന്ത് ചെയ്യുന്നു, ഈ പ്രൊഡ്യൂസറിനെയും അതുപോലെ തന്നെ കസ്റ്റമറിനെയും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ആ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ. ദെൻ ഫ്രാഞ്ചൈസസ്, അതായത് ഇവർ എന്തായിരിക്കും, ഒരു പ്രൊഡക്റ്റിൻ്റെ രീതിയായിരിക്കും ഫുൾ കോപ്പി ചെയ്യണത്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് അതുപോലെ തന്നെ അതിൻ്റെ യൂസ് അതായിരിക്കും കോപ്പി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ചാനൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പല പല ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ചാനൽ മാനേജ്മെൻറ്റ്. അതായത് ഈ ഒരു പ്രൊഡക്ട്സിനെ ഓൺ ടൈമിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചാനൽ പാർട്ട്നേഴ്സിനെ കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുക്കുക, അവരെ കൺട്രോൾ ചെയ്യാം. ചാനൽ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പനികളായിക്കോട്ടെ, ഇവരെ കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ത്, ചാനൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് കീ എലമെൻറ്റ്സ് ഓഫ് ചാനൽ മാനേജ്മെൻറ്റ്. അതിൽ ചാനൽ ഡിസൈന്, അതായത് ഏത് രീതിയിലോട്ട് ഒരു പ്രൊഡക്റ്റിനെ വിൽക്കണം എന്നുള്ള കാര്യം ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്, ഇൻഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിങ്, അങ്ങനെ പല രീതിക്കുണ്ട്. ദെൻ ചാനൽ സെലക്ഷൻ, അതായത് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഏത് ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ചാനൽ മോട്ടിവേറ്റ്, അതായത് അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഈ പാർട്ട്നേഴ്സിനെ അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. ബോണസ്, കമ്മീഷന്, ട്രെയിനിങ് ഇതൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ ചാനൽ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, അതായത് പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ മാക്സിമം മാനേജ് ചെയ്യുന്നു. ദെൻ ചാനൽ ഇവാലുവേഷൻ, അതായത് ഇപ്പോൾ ഒരു ഏജൻറ്റ്, ഒരു ഇൻ്റർമീഡിയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ചാനൽ കോൺഫ്ലിക്ട്സുകളാണ്. അതിൽ ഫസ്റ്റ് വൺ വെർട്ടിക്കൽ കോൺഫ്ലിക്റ്റ്, അതായത് രണ്ട് ക്യാരക്ടറുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു മാനുഫാക്ചറും അല്ലെങ്കിൽ ഒരു റീറ്റെയിലറും, ഇവർ തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന രീതി. ദ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെയിം വേരിയബിൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ രണ്ട് റീറ്റെയിലർ ഷോപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക. ദ നെക്സ്റ്റ് മൾട്ടി ചാനൽ, അതായത് ഇപ്പോൾ ഒരു കമ്പനി തന്നെ പല പല ചാനൽസിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ, നൈക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ വെബ്സൈറ്റിലും ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെയിം ആമസോണിലും അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടി ചാനൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഫ്ലിക്റ്റുകളുടെ ടൈപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹോൾസെയിലിംഗ് vs റീറ്റെയിലിംഗ്. ഇപ്പോൾ ഹോൾസെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത്
ഹോൾസെയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ് ഒന്നായിട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, റീറ്റെയിലിന് അതിൽ നിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി വിൽക്കുന്ന ആ ഒരാളെയാണ് എന്ത് ഹോൾസെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല ടൈപ്സുകളുണ്ട്. ഫസ്റ്റ് വണ്ണാണ് മാനുഫാക്ചേഴ്സ്. അതായത് മാനുഫാക്ചേഴ്സിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് വിൽക്കുന്നൊരു ടൈപ്പ്. ദെൻ മെർച്ചൻ്റ് ഹോൾസെയിലേഴ്സ്. അതായത് ഇവരെന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് വാങ്ങിയതിന് ശേഷം, അതായത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്ട്സിനെ വിൽക്കുന്ന ഒരു രീതി. ദെൻ ബ്രോക്കർ ആൻഡ് ഏജൻറ്റ്. ഇവരെന്ന് പറയുമ്പോൾ പ്രൊഡക്ട്സ് വാങ്ങണില്ല, പക്ഷെ ആ ഒരു പ്രൊഡ്യൂസറിനെയും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമറിനെയും ലിങ്ക് ചെയ്യിപ്പിക്കുന്നവർ. ദെൻ സ്പെഷ്യലൈസ്ഡ് ഹോൾസെയിലർ. അതായത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഹോൾസെയിൽ ചെയ്യുന്ന വ്യക്തികൾ. ദെൻ നെക്സ്റ്റ് ഡ്രോപ്പ് ഷിപ്പ് ഹോൾസെയിലർ. അതായത് ഇവിടെ ഒരു കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലൊരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് മാനുഫാക്ചർ നേരിട്ട് പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ടൈപ്പ്. ദെൻ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ഹോൾസെയിലർ. അതായത് രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഹോൾസെയിലേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾസെയിലിങ്ങിൻ്റെ ടൈപ്സുകളായിട്ട് വരുന്നത്. ഇത്രയും ടൈപ്സാണുള്ളത്. റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് വിൽക്കുന്ന ആളെയാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.